നമസ്കാരം. എല്ലാവരും സംസ്ഥാനത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലം കാത്തിരിക്കുമ്പോൾ എന്റെ താല്പര്യം മറ്റൊന്നായിരുന്നു. സീലിംഗ് കമന്ററി ആരംഭിക്കുന്നു. മിക്കവാറും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു ട്രെൻഡ് തന്നെയായിരിക്കും തൊട്ടടുത്ത് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളിലൂടെ നമ്മൾ കാണുന്ന ഒരു പാഠമാണ്. അതുകൊണ്ട് തന്നെ UDF ആയിരിക്കും അധികാരത്തിൽ വരിക എന്നുള്ളത് എക്സിറ്റ് പോളിലും പ്രതിഫലിച്ചു. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകാം. അത് രണ്ടാമത് വരും. പക്ഷെ എന്റെ താല്പര്യം അതായിരുന്നില്ല. കാരണം എന്താണ്, ഇവിടെ UDF ആയാലും LDF ആയാലും തലസ്ഥാനത്തോട് കാണിക്കുന്ന സമീപനം വളരെ വ്യക്തമാണ്. അത് UDF വന്നാൽ ഇനി അടുത്ത 5 വർഷം അത് തന്നെ ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി തലസ്ഥാനത്തിന് വേണ്ടി വാദിക്കുവാനോ തലസ്ഥാനത്തിന്റെ പ്രോജക്റ്റുകൾ നടപ്പിലാക്കി എടുക്കുവാനോ കഴിവുള്ള MLA-മാർ ജയിച്ചു വരുമോ, അവരത് പ്രകടിപ്പിക്കുമോ എന്നുള്ളത് ഇനിയുള്ള അടുത്ത 5 വർഷം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിന്റെ വിശദാംശങ്ങളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട് ആര് ഭരിക്കുമെന്നുള്ളതാണ് എന്റെ വലിയ താല്പര്യം. കാരണം അവരാണ് നമ്മുടെ പ്രോജക്റ്റിനെ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒന്നാമത് കേരളത്തിൽ സ്ഥലം തമിഴ്നാടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സ്ഥലം കുറവാണ്, അത് സത്യമാണ്. പക്ഷെ ഉള്ള സ്ഥലം ഉപയോഗപ്പെടുത്തുന്നില്ല, അത് ഇനിയും ഉപയോഗപ്പെടുത്തില്ല. പക്ഷെ തമിഴ്നാട് കഴിഞ്ഞ സർക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന സർക്കാർ അവര് ടേം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവര് നമ്മുടെ തുറമുഖത്തിന്റെ സാധ്യതകൾ വളരെയധികം മനസ്സിലാക്കി. അതിനുള്ള ആദ്യ നടപടികൾ അവർ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ഭരണകൂടം ഏതാണ് എന്നുള്ളതാണ് എനിക്ക് ഒരുപക്ഷെ കേരളത്തെക്കാൾ താല്പര്യം. തമിഴ്നാട്ടിൽ ആര് വരുന്നു എന്നുള്ളതാണ്. അവിടുത്തെ 3 എക്സിറ്റ് പോളിന്റെ ഫലം DMK-ക്ക് അനുകൂലമാണ്. 125, 145, 122, 132, 125, 145 എന്ന് പറഞ്ഞാൽ DMK അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. വാസ്തവത്തിൽ DMK വന്നാൽ നമ്മുടെ തെക്കൻ തമിഴ്നാട് എന്ന് പറയുന്ന കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി തുടങ്ങിയ ആ ബെൽറ്റ് ഒരു വ്യാവസായിക മുന്നേറ്റത്തിന് വലിയ സാധ്യത ഉണ്ട്. അവരത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ അവർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് DMK-യുടെ വരവിൽ നമുക്കുള്ള പ്രതീക്ഷ. കേരളത്തിൽ ആരധികാരത്തിൽ വരുന്നു എന്നുള്ളതിനേക്കാൾ നമ്മുടെ തുറമുഖത്തിന്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത് തമിഴ്നാട്ടിൽ വരുന്ന ഗവൺമെന്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഗേറ്റ് തുറക്കുകയാണെങ്കിൽ ഗേറ്റ് വേ കാർഗോ ഇവിടെ എത്തണം. ഗേറ്റ് വേ കാർഗോ വരണമെന്നുണ്ടെങ്കിൽ അത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരേണ്ടത്. അപ്പൊ അതിന് അനുകൂലമായ ഒരു സാഹചര്യം അവർ സൃഷ്ടിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ തുറമുഖത്തിന് ഈ ഗേറ്റ് വേ കാർഗോ കൂടുകയുള്ളൂ. അതുപോലെ NH കണക്ടിവിറ്റി അതും മുടങ്ങിക്കിടക്കുകയാണ്, അതും പൂർത്തിയാവാതിരിക്കുകയാണ്. അത് വരണമെങ്കിലും അതിന്റെ തുറമുഖത്തിന്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ എടുക്കണമെങ്കിൽ അവർ താല്പര്യത്തോടെ ഈ സദേൺ ജില്ലകളുടെ വളർച്ച ത്വരിതപ്പെടുത്തിയാൽ ഈ റോഡ് നെറ്റ്വർക്കും റെയിൽ നെറ്റ്വർക്കും വളരെ വേഗത്തിൽ സാധ്യമാകും. കേരളത്തിലെ പ്രവചനം എല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെയാണെന്ന് തോന്നുന്നു. പീപ്പിൾസ് പൾസ്, ആക്സിസ്, മൈ ഇന്ത്യ, JVC, വോട്ട് വൈബ് എല്ലാവരും UDF-നാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത്. പീപ്പിൾസ് പൾസ് 75-85, UDF, LDF 55-65, NDA 0 വരാം, 0 മുതൽ 3 വരെ. ആക്സിസ് മൈ ഇന്ത്യ UDF 78-90, LDF 49-62, NDA 0-3. 0 NDA-യുടെ കാര്യത്തിൽ 4 ഏജൻസികൾ 0 മുതലാണ് പറയുന്നത്. JVC UDF 72-84, LDF 52-61. ഇതിൽ ഒരാൾ പോലും LDF-ന് ഒരു മേൽക്കൈ നൽകുന്നില്ല. എല്ലാം നമുക്ക് വേണ്ടി വരുന്ന 71-ൽ താഴെയാണ്. 71 ഒരെണ്ണം പോലും
65 പരമാവധി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ UDF തന്നെയായിരിക്കും അധികാരത്തിൽ വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എക്സിറ്റ് പോളുകളിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ ഇപ്പോൾ LDF ഉന്നയിക്കും. എന്തായാലും നമുക്ക് മെയ് 4 വരെ ഇത് കാത്തിരിക്കാം. എന്തായാലും ഇതിൽ നിന്ന് വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. നമുക്കിവിടെ അറിയേണ്ടത് UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ നമ്മുടെ പ്രൊജക്ടിനോടുള്ള സമീപനം എന്തായിരിക്കും. മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് ശ്രീ VD സതീശനാണെങ്കിൽ അദ്ദേഹം ഈ തുറമുഖത്തെ തകർക്കാൻ മുന്നിൽ നിന്നയാളാണ്. 140 ദിവസത്തെ സമരത്തിന് വേണ്ട എല്ലാ പിന്തുണയും നൽകി ഞങ്ങൾ ഈ തുറമുഖം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചയാളാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരാൾ അധികാരത്തിൽ വരുമ്പോൾ എത്തരത്തിലായിരിക്കും തുറമുഖത്തോടുള്ള സർക്കാരിന്റെ സമീപനം എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ വലിയ വക്താക്കൾ എന്ന് അഭിനയിച്ചുകൊണ്ട്, അഭിനയം മാത്രമേ ഉള്ളൂ, പാവപ്പെട്ട അവരെ വീണ്ടും പറ്റിക്കുന്നത് തന്നെയായിരിക്കും UDFന്റെ സമീപനം. എന്തായാലും മത്സ്യത്തൊഴിലാളികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിലപേശി നമ്മുടെ തുറമുഖത്തിന്റെ വളർച്ചയെ വേഗത കുറയ്ക്കുവാനുള്ള നീക്കങ്ങളായിരിക്കും. അതിന്റെ പിന്നിലുള്ള അജണ്ടകൾ അദ്ദേഹം വരുന്ന മണ്ഡലത്തിന്റെ പശ്ചാത്തലം കൂടി മനസ്സിലാക്കുമ്പോൾ നമുക്ക് പിടികിട്ടും. എന്തായാലും UDF നമ്മുടെ തുറമുഖത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ളത് തമിഴ്നാട് സർക്കാരാണ്. ഇന്നലെ ഒരു പകൽ ഏകദേശം 10 മണിക്കൂറാണ് നമ്മുടെ തുറമുഖത്ത് ബർത്ത് പൂർണ്ണമായും ഒഴിഞ്ഞു കിടന്നത്. 100 കപ്പലുകൾ പുറംകടലിൽ കാത്തു കിടക്കുന്നു എന്ന് പറഞ്ഞവർക്ക് 2 കപ്പൽ വേണമെങ്കിൽ ഇന്നലെ കയറ്റാമായിരുന്നു. 2 കപ്പലുകൾ പൊയ്ക്കഴിഞ്ഞിട്ട് കൃത്യം 10 മണിക്കൂർ ഒരു കപ്പൽ പോലുമില്ല. തുറമുഖത്തെ ബർത്ത് പൂർണ്ണമായും ഒഴിഞ്ഞു കിടന്നു. ഇതാണ് പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ഇപ്പോൾ ദൈവം കൂടെ കൂടെ എന്ന് പറഞ്ഞൊരു പാട്ടാണെന്ന് തോന്നുന്നു മലയാള സിനിമയിൽ. ഇതാണ് തരൂരിന്റെ തങ്കക്കുടം പോലുള്ള സുഹൃത്തുക്കളും 100 കപ്പലുകൾ ഇവിടെ കാത്തു കിടക്കുന്നു എന്ന് പറഞ്ഞിടത്ത് ഒരു കപ്പൽ പോലും ഇല്ല എന്ന് തെളിയിക്കുവാൻ ഉടയ തമ്പുരാൻ നൽകിയ അവസരമാണ് ഇന്നലത്തെ 10 മണിക്കൂർ. ഒരു കപ്പൽ പോലും ബർത്തിലില്ലായിരുന്നു. ഇതാണ് ജനങ്ങളെ കബളിപ്പിക്കുന്ന നേതാവായാലും കൊലകൊമ്പനായാലും അവർക്കൊക്കെ പ്രകൃതിയും ഉടയ തമ്പുരാനും നൽകുന്ന തിരിച്ചടി.